അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ സ്പെഷ്യൽ 13. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ടവരെ, തറാവീഹിന്റെ ചർച്ച തുടരുന്നു. വയജിബു തസ്ലീമു മിൻ കുല്ലി റക്അത്തൈനി, എല്ലാ ഈ 2 റക്അത്തുകളിൽ നിന്നും സലാം വീട്ടൽ നിർബന്ധം ആണ്. എന്ന് പറഞ്ഞാൽ തറാവീഹിലെ ഈ 2 റക്അത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിർവഹിക്കണം. ഒരാൾ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിനും ഇരിക്കുകയും സലാം വീട്ടുകയും ചെയ്യാതെ മറന്നുകൊണ്ട് 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ എപ്പോൾ ഓർമ്മ വന്നുവോ അപ്പോൾ അത്തഹിയാത്തിലേക്ക് മടങ്ങുകയും അത്തഹിയാത്ത് ഓതി സഹവിന്റെ 2 സുജൂദുകൾ ചെയ്ത് സലാം വീട്ടൽ നിർബന്ധമാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് അവസാനത്തെ റക്അത്തിലെ അഥവാ 20-ാമത്തെ റക്അത്തിലെ അത്തഹിയാത്തെ നിർബന്ധമുള്ളൂ. അതിനു മുമ്പുള്ള എല്ലാ അത്തഹിയാത്തുകളും നിസ്കാരത്തിലെ 1-ാമത്തെ അത്തഹിയാത്ത് പോലെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. അത് തെറ്റാണ്. എല്ലാ ഈ 2 റക്അത്തിലെയും അത്തഹിയാത്തും സലാം വീട്ടലും നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, പ്രവാസികളായ പല ആളുകളും അവരുടെ യാത്ര രാത്രി സമയത്തായിരിക്കും. വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ഇത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ യാത്രാവേളയിൽ നിസ്കാരത്തിൽ കണിശമായി ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും ഒഴിവാക്കുന്നവരാണ്. അതിലും സങ്കടകരമെന്ന് പറയട്ടെ, അധിക പ്രവാസികളുടെയും യാത്ര റമദാനിലെ വളരെ പ്രധാനപ്പെട്ട രാത്രികൾ, ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യത പോലുമുള്ള രാത്രികളിലായിരിക്കും. ആ രാത്രിയാണ് അവൻ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം പൊറുക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരം. അവിടുന്ന് പറഞ്ഞല്ലോ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും നല്ല വിശ്വാസത്തോടെയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമദാനിൽ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അത് കാരണമാകും. അത്രയും പ്രധാനപ്പെട്ട സുന്നത്താണല്ലോ തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരം ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള രാത്രി ഒഴിവാക്കുക എന്നതിനേക്കാൾ സങ്കടം എന്താണ് സുഹൃത്തുക്കളെ? യാത്ര എന്ന ഒരു പേരുകൊണ്ട് അത് ഒഴിവാക്കാൻ നമുക്കൊരു നിർവാഹവും ഇല്ല. യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരം ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് യാത്രക്കാരന് തറാവീഹ് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അത്തരം യാത്ര ചെയ്യുന്ന പ്രവാസികൾ മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗം ഞാൻ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. യാത്രയിൽ നിസ്കരിക്കുമ്പോൾ അവന് സൗകര്യപ്പെടുന്ന രൂപത്തിൽ അവന് സുന്നത്ത് നിസ്കരിക്കാം. ഫ്ലൈറ്റിലൊക്കെ അവന് ഇരുന്നു കൊണ്ട് തന്നെ സുന്നത്ത് നിസ്കരിക്കാം. ഇരുന്ന് അവൻ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദും റുകൂഉമൊക്കെ ആംഗ്യം കാണിച്ചാൽ മതി. വയജിബു അലർ റാക്കിബി, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവന്റെ മേലിൽ നിർബന്ധമാണ് ഈമാഉൻ ബിർറുകൂഇ വസ്സുജൂദി, സുജൂദ് കൊണ്ടും റുകൂഉ കൊണ്ടും ഒക്കെ ആംഗ്യം കാണിക്കൽ നിർബന്ധമാണ്. ഇനി അവന് ഖിബലക്ക് മുന്നിടൽ
ഫഇൻ കാന റാക്കിബൻ, അവൻ വാഹനം കയറിയവനാണ്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനാണെങ്കിൽ, എങ്ങനെയുള്ള വാഹനം? ഫീമാ ലാ യസ്ഹലു ഫീഹിൽ ഇസ്തിഖ്ബാലു ഫീ ജമീഇസ് സ്വലാത്തി, നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നത് വരെ നിസ്കാരത്തിൽ പൂർണ്ണമായി ഖിബലക്ക് മുന്നിടൽ എളുപ്പമാകാത്ത, അതായത് ഖിബലക്ക് മുന്നിടൽ പ്രയാസമാകുന്ന ഒരു വാഹനത്തിലാണ് അവന്റെ യാത്രയെങ്കിൽ, ഫ്ലൈറ്റ് പോലെ. അതുപോലെ തന്നെ വൈത്മാമുർ റുകൂഇ വസ്സുജൂദി വഗൈരിഹിമാ മിനൽ അർക്കാൻ, റുകൂഉ സുജൂദ് തുടങ്ങിയിട്ടുള്ള ഫർളുകളൊക്കെ പൂർണ്ണമായി നിർവഹിക്കാൻ പ്രയാസകരമാകുന്ന ഒരു വാഹനത്തിലാണ് അവന്റെ യാത്രയെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്തഖ്ബല ഫീ ഇഹ്റാമിഹി ഫഖത്ത്, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മാത്രം ഖിബ്ലക്ക് മുന്നിട്ടാൽ മതി. ഇൻ സഹുല അലൈഹി, അതുതന്നെ അവന് പ്രയാസരഹിതമാണെങ്കിൽ. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബ്ലക്ക് മുന്നിടാനും പ്രയാസമാണെങ്കിലോ വ ഇല്ല, തക്ബീറത്തുൽ ഇഹ്റാമിലും ഖിബ്ലക്ക് മുന്നിടൽ പ്രയാസമാണെങ്കിൽ ലം യൽസുമുഹു ഫിൽ ഇഹ്റാമി, ഖിബ്ലക്ക് മുന്നിടൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ പോലും അവന് നിർബന്ധമില്ല. എത്ര എളുപ്പമായിട്ട് യാത്രക്കാരന് സുന്നത്ത് നിസ്കരിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യാത്ര എന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും തന്നെ തറാവീഹ് എന്ന് പറയുന്ന ആ മഹത്തായ നിസ്കാരം ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള രാത്രി ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.